അധിക നാൾ ഇസ്രായേലിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ്. ഇസ്രായേലിൽ കൊടും പട്ടിണിയാണ്. ടെൽ അവീവിൽ തന്നെ നോക്കിയാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഇസ്രായേൽ വിട്ടുപോകുന്ന രീതിയിലേക്കാണ് കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ 60 ലക്ഷത്തിനും താഴെ ജനങ്ങളെ അവിടെയുള്ളൂ. മറ്റുള്ളവരൊക്കെ അമേരിക്കയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്ത നേരത്തെ തന്നെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രം അത് പഴയകാല ചിത്രമാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും പബ്ലിക്കായി ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല. അവർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കടുത്ത അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത്. അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലേക്കും കൊടും ദാരിദ്ര്യത്തിലേക്കും പോകുന്ന കാഴ്ച വിദൂരമല്ല. ചുരുക്കി പറഞ്ഞാൽ വെറുതെ യുദ്ധം ചെയ്ത് ലോകത്തെ മുഴുവൻ അശാന്തി പടർത്തുന്ന ഒരു കൊച്ചു സമൂഹം. 9 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഇറാനെ ചൊടിപ്പിക്കാനും ഇറാനെതിരെ യുദ്ധം ചെയ്യാനും ആക്രമിക്കാനും കുറേ ഭീകര സംഘം തിരിഞ്ഞിരിക്കുന്നു. അതാണ് ഇസ്രായേൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ അവർക്ക് മുഴുവൻ വേണമെന്നായി. പലസ്തീനുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഗാസ മുനമ്പിൽ അശാന്തി പടർത്തി. എങ്ങും എവിടെയും അവർ വലിയ തോതിലുള്ള നരകതുല്യമായിട്ടുള്ള രീതിയിൽ അവരുടെ വൃത്തികെട്ട അക്രമ സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ തിരിച്ചടി നൽകാൻ പ്രാപ്തമായി ഇപ്പോഴും ഇറാൻ പോരാട്ട രംഗത്ത്, അതായത് യുദ്ധരംഗത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ തെല്ലൊന്നുമല്ല തളർത്തുന്നത്. അവർക്കറിയാം ഒരു രീതിയിലുള്ള അത്യാധുനിക സംവിധാനമില്ലെങ്കിൽ പോലും ഇറാൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. ആണവായുധം ഇല്ലെങ്കിലും ഇറാൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ യുദ്ധം കുറെ കൂടെ സങ്കീർണമാവുകയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. പെൻറ്റഗൺ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന് സാമ്പത്തിക സഹായം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക മെല്ലെപ്പോക്ക് നയമാണ് നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്കോ അതല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ജനത ശപിച്ചുകൊണ്ട് പറയുന്നത് ഈ നെറികെട്ടവരെ പുറത്താക്കൂ, ഇസ്രായേലിനെ രക്ഷിക്കൂ എന്ന രീതിയിലാണ്. വാസ്തവത്തിൽ റെജീം ചേഞ്ച് വേണ്ടത് ഇസ്രായേലിൽ തന്നെ എന്ന് ജനങ്ങൾ പറയുകയാണ്.